പ്രഹരം തുടരെ ജനഗണമന. കോട്ടിടട്ടെ, അഡ്വക്കേറ്റിന്റെ കോട്ടില്ല, സോറി, റെയിൻ കോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. യെസ്, അപ്പോ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, V4 വികാരമില്ലായ്മ. അപ്പോൾ അടുത്തിടെയായിട്ട് ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയിലെല്ലാം ഒരു ആക്ടറിന്റെ മുഖം കാണുമ്പോൾ ഇത്ര സീരിയസ് സീനിൽ പോലും ആൾക്കാർ ചിരിക്കുന്നത്, ചിരി അടക്കാൻ കഷ്ടപ്പെടുന്നത്. പറഞ്ഞു വരുന്നത് മറ്റാരെയും പറ്റിയല്ല, നമ്മുടെ മാധവ് സുരേഷിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു അലിൻജോസ് പെരേരയ്ക്ക് ഒരു സ്ഥായി ഭാവം ഉണ്ടല്ലോ, അതുപോലെ ഒരു സീനിലെങ്കിലും പുള്ളി ഒരു എക്സ്പ്രഷൻ ഇട്ട് കണ്ടിരുന്നെങ്കിൽ. അപ്പോൾ അതാണ് സിനിമ മെയിനായിട്ട് പറയാനുള്ളത്. മാധവ് സുരേഷ്, ദ അപ്കമിങ് നെപ്പോ കിഡ്, അപ്കമിങ് സൂപ്പർ സ്റ്റാർ ഓഫ് മലയാളം സിനിമ. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതെ, പക്ഷേ എങ്കിലും ഓരോ ഡയലോഗ് ഡെലിവറിയും വരുമ്പം നാടകീയത എന്ന് വെച്ചാൽ നാടകീയതയുടെ അങ്ങേയറ്റം. ഒരാളൊരു ഡയലോഗ് പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ അടുത്ത ഡയലോഗ് പറയുന്നത്, അതിന്റെ ഡബിങ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര. അപ്പോൾ നമ്മള് എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഈ സിനിമക്ക് രണ്ട് സെക്ഷൻ എടുത്തിരിക്കുക. എന്ന് വെച്ചാൽ ഒന്ന് സുരേഷ് ഗോപി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് ജാനകി വേഴ്സസ് ലോ, അങ്ങനെ രണ്ട് സെക്ഷൻ എടുത്തിരിക്കുക. ഇതിൽ സുരേഷ് ഗോപി കാണിക്കുന്ന കപ്പഴായാലും അതൊന്നെങ്കിൽ എന്താ സർക്കാരിനെതിരെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീഡിയക്കാർക്കെതിരെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തിനും കാര്യം പറയാൻ വേണ്ടി. അല്ലാതെ ഇതിനകത്ത് സുരേഷ് ഗോപിയെ കാണിച്ചത് ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു വക്കീലായിട്ടാണ്. അതായത് സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊരു മണ്ടനെതിരെ ഭയങ്കര ബ്രില്യൻസ് ഒക്കെയാണ്. CCTVന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അതാണ് ബ്രില്യൻസ്. ഈ സിനിമ മൊത്തം കണ്ടാല് വഴിത്തിരിവ്. വേറൊരു കാര്യം പറയാനുള്ളത് എന്താണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രത്യേകം ക്രെഡിറ്റ്സ് അർഹിക്കുന്നുണ്ട്. പണ്ട് സുരേഷ് ഗോപി ഏതൊരു പള്ളിയിലെ അച്ഛനോട് വെപ്പ് താടി വെച്ച് എടുത്തില്ലേ, ആ സെയിം സെറ്റപ്പ് തന്നെ. യെസ്, അപ്പൊ പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പറ്റിയിട്ടാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു ലുക്കുണ്ട്, താടിയൊക്കെ വെച്ചിട്ട്. അയ്യോ, എന്തൊരു അതിങ്ങനെ എടുത്തിങ്ങനെ അറിയാണ്, ഞാൻ താടി വെച്ചിട്ടുണ്ടേ എന്ന് എടുത്തറിയിക്കുന്ന ഒരു മേക്ക് ഓവർ ആയിപ്പോയി. എന്തായാലും അതിലൊരു ഫൈറ്റ് സീനൊക്കെ വയ്യ, സത്യം പറഞ്ഞാൽ വയ്യ. അത്രയും നേരം ഫസ്റ്റ് ഹാഫിൽ കോർട്ട് റൂമിലിരുന്ന് അദ്ദേഹത്തിന് പറ്റിയൊരു പരിപാടി ഉണ്ടല്ലോ, മറ്റേ ഇംഗ്ലീഷ് ഡയലോഗ് ഡെലിവറി, കടിച്ചാൽ പൊട്ടാത്ത സെന്റൻസും കാര്യങ്ങളൊക്കെ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പഴയ സുരേഷ് ഗോപി ഫാൻസിനൊക്കെ അതൊക്കെ ഇഷ്ടപ്പെടും. അതെല്ലാം കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി പടം അങ്ങോട്ട് മാറി. മറ്റേ പാപ്പനും അതുപോലെ തന്നെ ഏതാ സുരേഷ് ഗോപി മുണ്ട് മടക്കി ഇടിക്കുന്ന പടം, കാവലിലേക്ക് പോലത്തെ മറ്റേ തെരുവിൽ കിടന്ന് അടിയുണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഒരു ഫൈറ്റ് സെറ്റപ്പ് ഒക്കെയാണ് അത് എടുത്തേക്കുന്നതോ. സുരേഷ് ഗോപി ഇടിക്കുന്ന സീനൊന്നും ഇല്ല. സുരേഷ് ഗോപി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും വന്ന് മാറും, അപ്പോഴത്തേക്കും തെറിച്ച് വീഴുന്ന പരിപാടിയൊക്കെ. എന്നിട്ട് പുള്ളി കിടന്നിട്ട് എഴുന്നേക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടുള്ളതാണോ വെച്ചതാണോ എന്തോന്നും അറിയില്ല. അതൊക്കെ എങ്ങനെയാണ് കണ്ടിരിക്കാന്നാണ്, ചിരിച്ചു പോയി സത്യത്തിൽ. സിമ്പിളായിട്ട് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, പണ്ട് മുതൽ കണ്ടുവരുന്നൊരു സംഭവം, പിന്നെ റേപ്പ് ചെയ്ത് കണ്ടുപിടിക്കുക, അത് ഒട്ടും ഡ്രാമയാക്കി. പിന്നെ അതിനകത്തോട്ട് എന്താണ് സുരേഷ് ഗോപിക്ക് പറയാനുള്ളതില്ല, സുരേഷ് ഗോപിയും പറഞ്ഞ്. പിന്നെ ഒരു റീസൺ സുരേഷ് ഗോപിയുടെ മോൻ അഭിനയിപ്പിക്കാൻ വേണ്ടി സിനിമ ഉപയോഗിച്ചാൽ, അതിനല്ലാതെ ഈ സിനിമയ്ക്കകത്ത് പോസിറ്റീവോ ഒന്നും പറയുന്നത് കണ്ടിരുന്ന തന്നെ വേസ്റ്റ് ആയി പോകുന്നതിനാണ്. അപ്പം ഈ സിനിമയിൽ വെറുതെ കണ്ടു കളല്ലേ, ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. സുരേഷ് ഗോപിയുടെ ഓരോ ഡയലോഗിനെന്ന് പറയുന്നത് കുറെ എല്ലാം കൂടി എടുത്തു വെച്ചാല് പുള്ളി മന്ത്രിയായതിനു ശേഷമുള്ള ഓരോ ഇൻസിഡന്റും അതിൽ നിന്ന് ബേസ് ചെയ്താണ് ഓരോ ഡയലോഗ് പോലും എഴുതിയേക്കുന്നത്. അതിൽ മീഡിയക്കാരൊക്കെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഡയലോഗ് ഉണ്ട്, എന്നെ ചൊറിഞ്ഞ ഞാൻ കയറി മാന്തും, മാറി നിൽക്ക് കൊച്ചേ. ആ സംഭവമൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് ഓർമ്മയുള്ളവർക്ക് അതെല്ലാം കത്തും. അങ്ങനെ എന്തോ അയാൾക്ക് പറയാനുള്ളത്, സർക്കാരിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാം നമ്മുടെ സർക്കാരോട് പബ്ലിക് ടോയ്ലറ്റ് കൊടുക്കുന്നില്ല, മാത്രമേ ഇവിടുത്തെ മൂത്രം ഒഴിക്കാൻ പറ്റൂ എന്നാണ് അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അതല്ല എന്നത്തെ വേറെ കോമഡി എന്ന് വെച്ചാൽ, എനിക്ക് കോമഡിയുടെ ഫീൽ എന്ന് വെച്ചാൽ ഏതൊരു കുറ്റം നടന്നാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി സർക്കാർ ഏറ്റെടുക്കണമെന്നൊക്കെയാണ് സുരേഷ് ഗോപി അവസാനം എന്ന് പറയുന്നത്. എല്ലാ സിനിമയിലും ഒരാൾ മാത്രമല്ലേ കുറ്റവാളിയാക്കുന്നത്, ഇതില് നമ്മളെ സർക്കാരിനെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. എന്നാലേ സിനിമ ഉണ്ടാക്കാൻ ആരാ മനസ്സിലാവുന്നത്, എന്താ സുരേഷ് ഗോപി ഒരു മണ്ടനായ പോലീസല്ല വക്കീലാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ മണിസാറിന്റെ സ്ക്രിപ്റ്റിലേക്ക് കമലഹാസന്റെ കുറച്ച് കോൺട്രിബ്യൂഷൻ കൊടുത്ത പോലെ നമ്മുടെ ഡയറക്ടറെ നിന്ന് സുരേഷ് ഗോപി സാർ സ്ക്രിപ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് ഇംഗ്ലീഷ് ഡയലോഗ്സ് ഒക്കെ. അപ്പോൾ പുള്ളിക്ക് കൗണ്ടർ ഇംഗ്ലീഷ് ഡയലോഗ് പറയാനായിട്ട് ഒരു പാർട്ടിക്കാരന്റെ ക്യാരക്ടറിനെ കൊണ്ടിട്ട് ഇംഗ്ലീഷൊക്കെ പറയിക്കുന്നുണ്ട്. മൈ ഫുഡ് ഷിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വൻ കോമഡി ആയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് പുള്ളിക്ക് പറഞ്ഞാൽ പോരെ, മറ്റേ ക്യാരക്ടറിനെ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പറയിച്ചത്. അങ്ങനെ കുറെ നെടുനീളം ഡയലോഗുകളും പാർട്ടി പരിപാടികളും കാര്യങ്ങളും, ഒരു കാര്യമില്ലാതെ നമ്മുടെ കോർപ്പറേറ്റ് ബാങ്കിന്റെ സഹകരണ ബാങ്ക് തട്ടിപ്പും അതൊക്കെ എന്തിനാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നത്. ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് അത് പറഞ്ഞു. പിന്നെ എടുത്തു പറയേണ്ടത്, ഒരു ഫസ്റ്റ് ഗ്രാഫിക്സിൽ ഈ ക്യാരക്ടറിന്റെ ഒരു ബിൽഡപ്പ് കാണിക്കുമല്ലോ,
അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഒരു അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ പുള്ളി മുന്നേ തെളിയിച്ച കേസിന്റെ കാര്യങ്ങളും അതും ഇതൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ന്യൂസ് കാണിക്കുന്നത് ലഹരി വിൽപ്പന തടയാൻ അഡ്വക്കേറ്റ് ആബേൽ ഡോൺസൺ, ഡേവിഡ് ഡോൺസൺ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ എന്താണ് കുടിവെള്ള പ്രശ്നത്തിൽ ഇടപെട്ടു അഡ്വക്കേറ്റ് ഡാബേൽ ഡോൺസൺ എന്ന് പറഞ്ഞു. ശരിക്കും അത് കാണുമ്പോൾ ഇല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് ഇങ്ങനെ പറ്റരുത്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഇങ്ങനെ ഈ ന്യൂസ് കട്ടിങ്സ് വരത്തില്ലേ, അതിന് പകരം ഈ ക്യാരക്ടറിന്റെ പേര് കയറ്റി എന്ന് മാത്രമാണ് വ്യത്യാസം തോന്നിയത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സീൻ, ഇപ്പോൾ ഒരു എലവേഷൻ സീൻ വരും, ഇപ്പോൾ സംഭവം ഒരു ഫ്ലാഷ് ബാക്ക് കാണുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. പുള്ളി ഇതുപോലെ ഒരു കോട്ട് വിട്ട് കുറച്ച് നല്ല ഡയലോഗ്സ് അടിച്ച് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്കും ഡയറക്ടറിന് തന്നെ മനസ്സിലായോ പുള്ളിയെ കൊണ്ട് ഇനി ഇത് ഡയലോഗ് എല്ലാം പറയാനുള്ളതെല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി രാമചന്ദ്രനെ കൊണ്ടുവരും. പുള്ളിക്കാരി നല്ല രസമുണ്ടായിരുന്നു കാണാൻ, കോട്ടൊക്കെ ഇട്ട്. പുള്ളിക്കാരിക്ക് ഡബ് ചെയ്തതാണോ അതോ ആരാണ് പറഞ്ഞതെന്നും അറിയില്ല. പുള്ളിക്കാരിയുടെ പരിപാടിയൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. ഡബിംഗ് എല്ലാം കിട്ടില്ലായിരുന്നു പുള്ളിയുടെ ഓരോ ഡയലോഗ് ഡെലിവറി. അപ്പോൾ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്കും സുരേഷ് ഗോപി എന്താണ് സപ്പോർട്ടിങ് ആക്ടറായിട്ട് മാറുകയാണ്. മാധവ് സുരേഷിനെ പോലെ എക്സ്പ്രഷൻ ഇടാതെ സൈഡിൽ ഇരിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ജോലി. മെയിൻ ഹൈലൈറ്റ് മാധവ് സുരേഷിന് വെട്ടുകൊള്ളുന്ന സീനാണ്. അതിൽ ഒരു സീൻ പോലും മാധവ് സുരേഷിന്റെ ഒരു വൈഡ് ഷോട്ട്, അതൊക്കെ ഡെഡിക്കേഷൻ ആണ്. വെട്ട് കൊണ്ടിട്ട് പോലും എന്റെ ഒരു സ്ഥായി എക്സ്പ്രഷൻ ഒന്നും മാറ്റാതെ. അലിൻ ജോസ് പെരേരയുടെ റീലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളി ഒരു ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നത് അതുപോലത്തെ ഒരു പരിപാടിയാണ്. എന്തായാലും നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ, എന്നാലും പറയാതിരിക്കാൻ വയ്യ. 39 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നാണ് രാജാവിന്റെ മകൻ ഇറങ്ങി, 39 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അതിനുശേഷം ഇപ്പം വീണ്ടും പുതിയൊരു ആള് പോക്കിട്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഉദ്ദേശിച്ചത് മറ്റേ മമ്മൂട്ടിയുടെ ഒരു സീൻ ഉണ്ടല്ലോ, താനൂർക്ക് ചക്ക തിന്നാൻ പോയപ്പോ ചക്കയില്ല എന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്കൊരു സീനകത്ത് പണ്ടത്തെ കെണി വെച്ചിട്ട് പന്നിയെ പിടിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഗ്രാഫിക്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തെങ്കിലും സിനിമയിൽ വല്ല കാര്യമൊക്കെ ഉണ്ടോ? ഇത് ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ നല്ല ഡയലോഗ് വേണ്ടേ, അതൊക്കെ അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറെ കിള്ളം ഡയലോഗ്സും പഞ്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഒരു 30+ 40+ ആയ ഓഡിയൻസിനൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നു. അവരൊക്കെ ഇരുന്ന് ക്ലാപ്പടിച്ച് സുരേഷ് ഗോപിയുടെ കുറെ പഞ്ച് ഡയലോഗ്സിന് ഏജ്ഡ് ആയിട്ടുള്ള കുറെ ആളുകൾ നല്ല രീതിയിൽ. അപ്പോൾ ഡയറക്ടർ പുതിയതായിട്ടൊരു സാധനം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത ഇങ്ങനത്തെ ഒരു റേപ്പ് വിക്ടിം പരിപാടിയിൽ എന്താണ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. കൺസെപ്റ്റ് മീൻസ് ഈ ഒരു മെസ്സേജ് പോലെ ഒരു പുതിയൊരു എന്താ പറയുന്നത്. അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിലേ മറ്റേ ഈ കേരളത്തിൽ ഇങ്ങനെ നിയമത്തിന്റെ പറഞ്ഞ സിനിമകളെ ജനറലൈസ് ആയിട്ടാണ് പറയുന്നത്. എക്സാമ്പിൾ വെച്ചാൽ വേഴ്സസ് നോബഡി എന്നൊരു സിനിമ ഉണ്ടല്ലോ തെലുങ്കിലെ, ആ സിനിമയുടെ കറക്റ്റായിട്ട് പറയാൻ എങ്ങനെ ഒരു നിയമം മിസ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിയമത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ കാണിച്ചെന്ന് വെച്ചാൽ അതെന്താണ് പാർട്ടിയെ പറ്റി പറയണം, സ്വന്തം സെൽഫിഷ് ആവശ്യങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ JSKയിലായാലും സുരേഷ് ഗോപി എപ്പോഴൊക്കെ വരുന്നുണ്ട് അപ്പോഴെല്ലാം അയാൾക്ക് എന്താണോ പറയേണ്ടത് അത് മാത്രമേ സിനിമയെ പറയുന്നത്. അല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് ഉണ്ടായില്ല. ഇതൊരു നോർമൽ ക്രൈം ത്രില്ലർ പോലെ സിനിമ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കൂടി ഒരു പഴയ സ്റ്റോറി ലൈനുള്ളതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ടിപ്പിക്കൽ സാധനം തന്നെയാണ്. ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗൂസ്ബംപ് മൊമെന്റ്സ് ഒന്നും തന്നെ ഇല്ലാത്തൊരു സിനിമ. ഒട്ടും തന്നെ വർക്കായിട്ടില്ല. ഓവർ ഒരു പ്രൊപ്പഗണ്ട പടം. അതിന് അപ്പുറം എനിക്കൊന്നും ഈ സിനിമയെ കുറിച്ച് പറയാനില്ല. ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും ഈ സിനിമ കണ്ടാൽ ഇതെല്ലാം മനസ്സിലാവാന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും പടം ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ അത്യാവശ്യം ഈ ഒരു കൺസെപ്റ്റ്, അതായത് ഇവർക്ക് ഈ ഒരു ഇരയോടുള്ള ഇമോഷൻ സാധനം വർക്കാവുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരൊക്കെ പഠിക്കുന്നവരുടെ ഫാമിലിയൊക്കെ പോയി കണ്ടാൽ അവർ ചെറുതായിട്ട് അവരെയും കൂടി മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ക്യാരക്ടറിനെയൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്. പണ്ട് തൊട്ടുള്ള സിനിമയെല്ലാം കാണിക്കുന്നതല്ലേ വെച്ചാൽ ഓഡിയൻസിനെ ഒരു എംപയർ തോന്നിക്കാൻ വേണ്ടി റേപ്പ് ചെയ്യുന്നത്. എത്ര സിനിമയിലാണ് ഈ സംഭവം വരുന്നത് തന്നെ. എത്ര വർഷമായിട്ട് കാണുക. ഈ CCTV ഉണ്ട് സംഭവം തെളിയിച്ചത്, കോൾ റെക്കോർഡിംഗ് ഉണ്ട് തെളിയിച്ചത്. ഇതൊക്കെ വിട്ടുപിടിക്കാറായില്ല. ഇതിനൊക്കെ ഇത് എന്തായാലും ഇതാ നടക്കാൻ പോകുന്നത് നമുക്കറിയാം. പിന്നെ എന്തെങ്കിലും ഈ വക്കീലിന്റെ ബുദ്ധിയിൽ നമ്മുടെ മറ്റേ സേതുരാമയ്യർ CBI ഇങ്ങനെ തലതിരിച്ച് എഴുതി അതൊക്കെ നോക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം കൊണ്ടുവരൂ. ഇത് വെറുതെ CCTVന്ന് പ്രതിയെ കണ്ടുപിടിച്ചിട്ട് അത് ഡയലോഗ് അടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാളെ വലിയൊരു ഭയങ്കര ക്യാരക്ടറായിട്ട് അവതരിപ്പിച്ച് ഭയങ്കര വക്കീലായിട്ടും അല്ല എന്താണ് ആ കൂടെ ഉള്ള ജൂനിയർ വക്കീലിന് ചെയ്യാവുന്ന പണിയ കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഒരു മാസ് ക്യാരക്ടറോ മാസ് എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇപ്പം നേരിലെ മോഹൻലാൽ പുള്ളിയുടെ ആ ഒരു പവർ ഡയലോഗിലൂടെയും ആ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കൊണ്ടുവരുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ ഒന്നും ഈ സിനിമയിൽ വന്നിട്ടില്ല. അതാണ് ഒരു മെയിൻ വീക്ക്നെസ് ക്യാരക്ടറിൻ്റെ. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്കും പടം കയ്യിൽ നിന്ന് പോയി. പടം മൊത്തത്തിലൊരു പാർട്ടി അജണ്ട പടമായിട്ട് മാറി.
അത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇവരുടെ ബിസിനസ് ടാക്ടിക്സ് കൂടി ആയിരിക്കും. ഇടയ്ക്ക് സേവാഭാരതിയുടെ ആംബുലൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യാനായിരിക്കും. ഇപ്പം പറയും അതിനിപ്പോൾ എന്താ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചാലെന്ന്. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് സിനിമ കുറച്ച് ലൈവായിട്ട് ഇങ്ങനെ നിർത്തണം. അപ്പോൾ ഈ ഒരു പേര് തന്നെ എന്തിനായിരുന്നു, വലിയ വേറെ ഒന്നുമില്ല, ആകെ വേണ്ടി ഇതിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ജാനകി അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ സിസ്റ്റം ശരിയല്ല എന്നെങ്കിലും പറഞ്ഞു പോയിരുന്നെങ്കിലും അതുപോലും ചെയ്യാതെ നമ്മുടെ പിണറായി വിജയന്റെ ഡ്യൂപ്പൊക്കെ ഇടുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, പുള്ളിയെ വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു സ്ട്രാറ്റജി മറ്റേ ഈ പുള്ളിക്കാരനെ വി.ഡി. സതീശനെയൊക്കെ എല്ലാരെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഒരു ബുദ്ധിയുള്ള ആരോ ചെയ്ത നല്ല രീതിയിൽ കളിച്ചൊരു സിനിമയാണിത്. അപ്പോൾ ഇത് കാരണം കൊണ്ട് 4 പേര് സിനിമയ്ക്കെതിരെ റിവ്യൂ ഇടും, അതിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേര് വരും. സിനിമ എന്തായാലും ചർച്ചാ വിഷയമാവും, ആൾക്കാരൊക്കെ കയറി കാണും. സിനിമ എന്തായാലും വർക്കാവും. കുറച്ച് ഫാമിലിയൊക്കെ കൈ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോമൺ സെൻസ് ആൾക്കാരാണ് എനിക്ക് അറിയത്തുള്ളൂ. ഇത് ഇവർ ഈ പാർട്ടി ഇതൊന്നും ഇല്ലാതെ ഇമോഷൻ വെച്ച് സിനിമ കാണുന്ന കുറച്ച് അമ്മച്ചിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പാവം ആ പെണ്ണിന്റെ അവസ്ഥ, ആ പെണ്ണിന് വേണ്ടിയിട്ട് നീതി കിട്ടിയല്ലോ എന്ന് ഓർത്ത് അങ്ങനെ കൈ അടിച്ചു എന്തായാലും സിനിമ. അത് അപരാധമായിട്ടൊന്നും തോന്നിയില്ല. അപരാധമായിട്ട് തോന്നിയത് ഒരു സീനാണ്. അത് ആ ക്യാരക്ടർ വരുമ്പോഴല്ല മിണ്ടാതെ നിന്നാൽ തന്നെ കൈയടിയാണ്. എന്താ ഡയലോഗ്, അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു സാധനമുണ്ട് കേട്ടോ പുള്ളി. എന്തായാലും ഇതൊക്കെ പറഞ്ഞ് ഇനി എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങേക്ക് റിപ്ലൈ കൊടുക്കുന്നതെന്നൊക്കെ ഒന്ന് കാണണം, മാസ് റിപ്ലൈ. അപ്പോൾ ഇതൊക്കെയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ ഭയങ്കര നൊസ്റ്റുമാണ് അടിച്ചത് കേട്ടോ ഫസ്റ്റ് ഹാഫിൽ. നമ്മൾ കുറേ സൂര്യ ടി വിയിലൊക്കെ കാണുമ്പോൾ സീരിയലിൽ കുറേ ആൾക്കാരൊക്കെ വരത്തില്ലേ, അവരൊക്കെ പ്രായമായിട്ട് കണ്ട ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിരുന്നു ഇതിലെ പോലീസുകാരൻ. അതുപോലെ തന്നെ ഫസ്റ്റ് വരുന്ന ഷമ്മി തിലകനോ പുള്ളി, അങ്ങനെ മൊത്തത്തിലൊരു സീരിയൽ പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഫീലിംഗ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഷോർട്ട് ഫിലിം മേക്കിംഗ് ബോറ്, വെപ്പ് താടിയിൽ വെക്കാൻ പൈസ ഇല്ലാത്തവരാണോ അതിന് മേക്കിംഗ് ചെയ്യുന്നത്. എന്തായാലും ആ കോസ്റ്റ്യൂം മേക്കപ്പ് ആർട്ടിസ്റ്റ് വെരി ബാഡ്. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മഴ നനയാതെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പോയി കാണാം. റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഫ്രം ബൈ.